ആ അമ്മയുടെ കൊലപാതകികൾക്ക് ഒരുപാട് നാളൊന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇതിപ്പോ ഒരു കുടുംബ ബന്ധുക്കള് സാധാരണയായിട്ട് ചോദിച്ചു പോകാറുള്ള ചോദ്യങ്ങള് ആ നിലയ്ക്കായിരിക്കണം വരുണിനോടുള്ള നമ്മുടെ ചോദ്യങ്ങള്. ഓക്കെ, നമുക്ക് ചോദിക്കാം. വരൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒന്ന് വരണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഞാൻ രാധികയോട് കുറെ നേരം സംസാരിച്ചിരുന്നു. ദുർഗയുടെ വരവ് നന്നായെന്നാ അച്ഛനും അമ്മയും പറയുന്നേ. രാധിക ആശ്വസിപ്പിക്കാൻ ഒരാളായില്ല. വരുൺ, ഈ ശ്യാമ മേഡത്തിന് ഇങ്ങനെ ശത്രുത വരാൻ കാരണം എന്താ? എല്ലാരും ആരാധിക്കുന്ന ഒരു ഗായികയല്ലേ? ആ, ശ്യാമ മേഡത്തിനെ സ്നേഹിക്കുന്നവരെയും ആരാധിക്കുന്നവരെയും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ശ്യാമ മേഡത്തിന്റെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുണ്ട്, ഐശ്വര്യ. ശത്രുത ഉണ്ടായിരുന്നത് അവർക്കാണ്. പക്ഷേ കുറെ കാലമായിട്ട് അവർ ഈ നാട്ടിൽ ഇല്ലായിരുന്നു എന്ന് അറിഞ്ഞത്. അവരുടെ ശത്രുതയ്ക്ക് കാരണം എന്താ? അത് വിഷയം സാമ്പത്തികം തന്നെയാണ്. ശ്യാമ മേഡത്തിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് അവരാ. ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്യാമ മേഡത്തിനെ ഭരിച്ചിരുന്നതും അവരാ. അത് ചോദ്യം ചെയ്തപ്പോൾ അവർ വിട്ടുപോയി. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. എന്നാലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കാം, ശ്യാമ മേഡത്തിന് നേരെ വധശ്രമം വല്ലതും നടന്നിട്ടുണ്ടോ? ഇതിനു മുൻപ് പത്രത്തിലൊന്നും വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആരൊക്കെ ഉണ്ടായിരുന്നു മേഡത്തിന്റെ പുറകില്? 1-2 തവണ വീട്ടിലും ചിലർ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അതെന്തിനാ? എന്താ കാരണം? കാരണം ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതല്ലേ രസം. വരുണിന്റെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടു. അതും കുടുംബത്തിൽ നിന്നുള്ള ചതിയായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ അതിന്റെ ഷോക്കിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. അതിൻ്റെ ഒപ്പം ശ്യാമ മേഡത്തിന്റെ മിസ്സിങ്. പിന്നെ എനിക്കും ചില തെറ്റുകളൊക്കെ പറ്റി. ചിലരെയൊക്കെ ഞാൻ അന്ധമായിട്ടങ്ങ് വിശ്വസിച്ചു. കമ്പനിയിൽ അപ്പോൾ ഒരു പുതിയ മാനേജർ വന്നിരുന്നു, ബെഞ്ചമിൻ. അയാള് ചെറിയച്ഛൻ്റെ ആളായിരുന്നു എന്ന് എനിക്കപ്പം മനസ്സിലായില്ലായിരുന്നു. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭദ്രത മുഴുവൻ തകർത്തു. അതിൻ്റെ ഒപ്പം ചെറിയച്ഛൻ്റെ ചില തീരുമാനങ്ങളും. അങ്ങനെ ആകെ തകർന്നുപോയി. അല്ല, ചെറിയച്ഛന് രാധികയോടും വരുണിനോടും എതിർപ്പുള്ളതുപോലെ ശ്യാമ മേഡത്തിനോടും ഉണ്ടോ? ചില പകയുള്ള ആൾക്കാര് ആരോടൊന്നും പോലും നോക്കാതെ അക്രമം കാണിക്കും. ചെറിയച്ഛന് ശ്യാമ മേഡത്തിനോട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇവരുടെയൊക്കെ ഉള്ളല്ലേ, നമുക്ക് കയറി വായിക്കാൻ പറ്റുമോ? ഞാനും രാധികയും മേഡം മിസ്സിംഗ് ആവുന്ന രാത്രിയിൽ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒരു ശബ്ദം പോലും കേട്ടില്ല. രണ്ടുപേരെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അപ്പോൾ എത്ര വിദഗ്ധമായിട്ടായിരിക്കും അവരെ ചെയ്തിട്ടുണ്ടാവുക? തലേ ദിവസം രാത്രി മാഡം നല്ല സന്തോഷത്തിലായിരുന്നു. രാത്രി കുറേ നേരം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. പക്ഷേ അത് സംഭവിക്കുകയും ചെയ്തു. പിന്നെ രണ്ടുപേരോടും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്നോട് ഈ സംസാരിക്കുന്ന പോലെ മാഡത്തിൻ്റെ കാര്യമൊന്നും രാധികയോട് സംസാരിക്കരുത്. അയാൾ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലിരിക്കുക. അല്ലെങ്കിലും ഇപ്പം ഞങ്ങളോട് കുത്തി കുത്തി ചോദിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കൊള്ളാവുന്ന ഒരു പോലീസുകാരെ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ഇപ്പോൾ. ശ്യാമ മാഡം സത്യമുള്ളൊരു സ്ത്രീയായിരുന്നു. എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുപോലെ കാണുകയും ചെയ്യുന്ന ഒരു യഥാർത്ഥ സെലിബ്രിറ്റി. ആ അമ്മയുടെ കൊലപാതകികൾക്ക് ഒരുപാട് നാളൊന്നും ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും.
വരുൺ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വരുണിന്റെ ചെറിയച്ഛനും കുടുംബത്തിനും വരുണിനോടും രാധികയോടുമാണ് പകയും വൈരാഗ്യവും. യെസ്, കണിമംഗലം അയാൾ തിരിച്ചു പിടിച്ചപ്പോഴും അയാൾ വെച്ച ഡിമാൻഡിന്റെ അർത്ഥം അതായിരുന്നല്ലോ. രാധികയോട് ചന്ദ്രശേഖരന് വ്യക്തമായ വിരോധം ഉണ്ടായിരുന്നതുകൊണ്ട് ആ വിരോധം രാധികയുടെ അമ്മയോട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചന്ദ്രശേഖരന് ശ്യാമ മേഡവുമായി പ്രശ്നമൊന്നും ഇല്ലെന്ന് വരുൺ പറഞ്ഞു. പക്ഷെ അത് അയാളുടെ നല്ല മനസ്സിന്റെ തോന്നൽ മാത്രം. ആക്ച്വലി സംഭവിച്ചിരിക്കാൻ എന്താ സാധ്യത? വളഞ്ഞ വഴിയിലൂടെ അയാൾ കണിമംഗലം പിടിച്ചടക്കുന്നു. അവിടെ നിന്ന് എന്നേക്കുമായി രാധികയും വരുണിനെയും പുറത്താക്കുന്നു. സ്വാഭാവികമായും അവര് പ്രതീക്ഷിക്കുന്നത് വരുണിന്റെ തകർച്ചയാണ്. എക്സാക്ട്ലി. ഇനി ചന്ദ്രശേഖരൻ ഇതിന്റെ ഭാഗമല്ലെങ്കിൽ കാലം കുറയായി ശ്യാമ മേഡത്തിന്റെ സ്വത്ത് മോഹിച്ചിരുന്ന ഐശ്വര്യ എവിടെയോ മറഞ്ഞിരുന്ന് അവരുടെ കൂർമ്മ ബുദ്ധി പ്രവർത്തിച്ചതുമായിരിക്കാം. ഐശ്വര്യ ഇപ്പം നമ്മുടെ മുമ്പിലില്ല, നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തൽക്കാലം ചന്ദ്രശേഖരന് പുറകെ ഒന്ന് സഞ്ചരിക്കാം. ദുർഗമോള, അമ്മോളെ പറഞ്ഞോ. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങള് ശ്യാമ മേഡം നടത്തിയിരുന്ന സ്കൂളിന്റെ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളെ കണ്ട് സംസാരിക്കുകയായിരുന്നു. അക്ഷര കൂടെ ഉണ്ട്. ചന്ദ്രശേഖരൻ, കണിമംഗലം ചന്ദ്രശേഖരൻ, വരുണിന്റെ ചെറിയച്ഛൻ. ശ്യാമ മേഡത്തിന്റെ മരണത്തിന് ശേഷമുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡ് നമുക്കൊന്നറിയണം. ശരി, ഓക്കെ മോളെ. നിങ്ങൾ അല്പം മാറി അവരെ വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അക്ഷരയും അഖിലും പോട്ടെ. എല്ലാം പറഞ്ഞ പോലെ ചെയ്യാം മോളെ. ഓക്കെ. കണിമംഗലം ചന്ദ്രശേഖർ, അതാണ് അടുത്ത നമ്മളുടെ ടാർഗറ്റ്. രാധികയോട് കാര്യങ്ങൾ പൂർണ്ണമായി ചോദിച്ച് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കായിട്ടില്ല. നമ്മൾ ഇനി ഇവിടെ നിൽക്കേണ്ടി വരും. അതിനിപ്പോ എന്താ ഒരു വഴി? അതിന് വഴിയുണ്ട്.